ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റിനെ കുറിച്ചാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് അഥവാ SGR ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SGR നമ്മൾ ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് പറയുമ്പോൾ പറഞ്ഞു എന്താണ്, നമ്മൾ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയാം. അവിടെ നമ്മൾ എന്താണ്, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ എന്താണ്, അഡീഷണൽ ആയിട്ട് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ SGRൽ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, യാതൊരു തരത്തിലുള്ള അഡീഷണൽ സോഴ്സ്, അത് ഇൻറ്റേർണൽ ആയിക്കോട്ടെ എക്സ്റ്റേണൽ ആയിക്കോട്ടെ, ഒരു തരത്തിലുള്ള അഡീഷണൽ സോഴ്സും യൂസ് ചെയ്യാതെ നിലവിലുള്ള ഫിനാൻഷ്യൽ പോളിസിയിൽ ചേഞ്ച് വരുത്താതെ നമ്മൾ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. The maximum rate of growth that a company can sustain without having to finance growth. അതായത് നമ്മൾ യാതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ഗ്രോത്തും എന്ത് ചെയ്യരുത്, അതിൽ ഉണ്ടാക്കരുത്. അതായത് നിലവിലിപ്പം 10 ലക്ഷം അല്ലെങ്കിൽ ഒരു 20 ലക്ഷത്തിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറാണ് നമുക്ക് കമ്പനിയിലുള്ളതെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് നമുക്ക് അതിലേക്ക് യാതൊന്നും ആഡ് ചെയ്യാതെ, അതായത് ഇനി അഡീഷണൽ സോഴ്സ് ആഡ് ചെയ്യാതെ ആ നിലവിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പോളിസിയിൽ നിന്നുകൊണ്ട് നമുക്ക് എത്രത്തോളം ഗ്രോത്ത്, മാക്സിമം ഗ്രോത്ത് എത്രത്തോളം ഉയർത്താൻ പറ്റും, അതിനാണ് നമ്മൾ സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. വിത്ത് അഡീഷണൽ ഇക്വിറ്റി ഓർ ഡെപ്റ്റ്. എന്താണ്, അഡീഷണൽ ഇക്വിറ്റി യൂസ് ചെയ്യരുത്, ഡെപ്റ്റ് യൂസ് ചെയ്യരുത്. എന്നിട്ട് നമുക്ക് കമ്പനിയുടെ ഗ്രോത്ത് എത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റും, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ SGR ഇൻവോൾവ് മാക്സിമൈസിങ് ദ സെയിൽസ് ആൻഡ് റവന്യൂ ഗ്രോത്ത്. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് സെയിൽസ് മാക്സിമൈസ് ചെയ്യുക, അതേപോലെ റവന്യൂ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുക. ഇതാണ് SGRൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് SGR എന്ന് പറയുന്നത്, നമ്മുടെ മാക്സിമം ഗ്രോത്ത് റേറ്റ് ഉണ്ടാക്കുക വിത്തൗട്ട് യൂസിങ് എനി സോഴ്സ് ഓഫ് ഫിനാൻസ്. അഡീഷണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് യൂസ് ചെയ്യാതെ നിലവിലുള്ള ഫിനാൻഷ്യൽ പോളിസിയിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം എത്രത്തോളം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അതാണ് സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ മാക്സിമം ഗ്രോത്ത് റേറ്റ് എ ഫേം ക്യാൻ അച്ചീവ് വിത്തൗട്ട് റിസ്റ്റോറിങ് ദ എക്സ്റ്റേണൽ ഫിനാൻസിങ്. എക്സ്റ്റേണൽ ഫിനാൻസിങ് യൂസ് ചെയ്യാതെ മാക്സിമം ഒരു കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗ്രോത്ത് റേറ്റ് ആണ് ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ്. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാം, ഇൻറ്റേർണൽ സോഴ്സ് യൂസ് ചെയ്യാം എന്നാണ് ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റിൻ്റെ പ്രത്യേകത. പക്ഷേ സസ്റ്റൈനബിൾ ആനുവൽ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ സെയിൽസ് ദാറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് എ ഡിഫൈൻഡ് ഫിനാൻഷ്യൽ പോളിസി, ഗ്രോത്ത് ഡിഫൈൻഡ് പോളിസി. സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം നോക്കേണ്ടത് എന്താണ്, സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റിൽ ഡിഫൈൻഡ് ഫിനാൻഷ്യൽ പോളിസീസിൽ നിന്നുകൊണ്ട്, അതായത് യാതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ പോളിസിയിൽ മാറ്റം വരുത്താതെ നമുക്ക് എത്രത്തോളം മാക്സിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ചില ടൈമിൽ, അതായത് ലോങ് ടേമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാൻ കഴിയില്ല. കാരണം എന്താണ്, സസ്റ്റെയിനിങ് എ ഹയർ SGR ഇൻ ലോങ് ടേം ക്യാൻ പ്രൂവ് ഡിഫിക്കൾട്ടാണ്. കാരണം എന്താണ്, ലോങ് ടേമിലേക്ക് പോകുന്നതോടുകൂടി നമുക്ക് നിലവിലുള്ള ക്യാപിറ്റൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പോളിസീസിൽ നിന്നുകൊണ്ട് നമുക്ക് സസ്റ്റൈനബിൾ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അഡീഷണൽ ആയിട്ടുള്ള ക്യാപിറ്റൽ വേണ്ടി വരും. അപ്പോൾ അവിടെ ലോങ് റണ്ണിൽ സസ്റ്റൈനബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. പിന്നെ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നോക്കാം. ഇൻക്ലൂഡിങ് കോമ്പറ്റീഷൻസ് എൻ്ററിങ് ദി മാർക്കറ്റ്. കോമ്പറ്റീഷൻ കൂടും, എക്കണോമിക് കണ്ടീഷൻസിൽ എന്ത് ചെയ്യും, ചേഞ്ച് വരും. ദെൻ പിന്നെന്താണ്, റിസർച്ചിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും ഒക്കെ ആവശ്യകത ഉണ്ടാവും. ഇന്ന കാര്യങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ലോങ് റണ്ണിൽ സസ്റ്റൈനബിലിറ്റി നിലവിലുള്ള ഫിനാൻഷ്യൽ പോളിസിയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി നോക്കുക, സസ്റ്റൈനബിൾ ഗ്രോത്ത് മോഡൽ അസ്യൂം ദാറ്റ് ദ ബിസിനസ് വാണ്ട് ടു
സസ്റ്റൈനബിൾ ഗ്രോത്ത് മോഡൽ ഉണ്ടാവണമെങ്കിൽ അസ്യൂം ചെയ്യാൻ ബിസിനസ്സിന് വേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തേത് മെയിൻറ്റെയിൻ എ ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ വിത്തൗട്ട് ഇഷ്യൂയിങ് ന്യൂ ഇക്വിറ്റി. അവിടെ ഒരു കമ്പനി എന്ത് ചെയ്യണം, ഒരു ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അതിന് യാതൊരു തരത്തിലുള്ള മറ്റ് അഡീഷണൽ സോഴ്സ് ഓഫ് ഫണ്ട് ഇഷ്യൂ ചെയ്യാനും പാടില്ല. ഫോർ എക്സാമ്പിളായിട്ട് ഒരു കമ്പനിയിൽ 10 ലക്ഷമാണ് അവരുടെ ക്യാപിറ്റൽ എങ്കിൽ ഈ ഒരു 10 ലക്ഷത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഈ ഒരു 10 ലക്ഷം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർ സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് പുതിയ ക്യാപിറ്റലുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെ മെയിൻറ്റെയിൻ എ ടാർഗറ്റ് ഡിവിഡൻഡ് പേയ്മെൻറ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. ദെൻ ഇൻക്രീസ് സെയിൽസ് ആസ് എ റാപ്പിഡ്ലി ആസ് മാർക്കറ്റ് കണ്ടീഷൻ അലൗ. മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യുക, സെയിൽസ് ഇൻക്രീസ് ചെയ്യിക്കുക. ഇത്രയും കാര്യങ്ങൾ അസ്യൂം ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സസ്റ്റൈനബിൾ ഗ്രോത്ത് ബിസിനസ്സിൽ കൊണ്ടുവരാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ SDR എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. 2 ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ SDR കമ്പ്യൂട്ട് ചെയ്യാറ്. 2 തരത്തിലുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ ആണ് SDR ഈക്വൽസ് ടു ROE ഇൻറ്റു 1 - T. ഇവിടെ ROE എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. നെക്സ്റ്റ് 1 - D എന്ന് പറയുന്നത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഈ 2 സംഭവങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ SDR എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ROE ഇൻറ്റു 1 - D ഡിവൈഡഡ് ബൈ 1 - ROE ഇൻറ്റു 1 - D ആണ്. ഇതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എ കമ്പനി ഹാസ് എ ROE ഓഫ് 15%. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ROE എന്ന് പറയുന്നത് എത്രയാണ്, 15% ആണ്. ആൻഡ് പേ ഔട്ട് റേഷ്യോ, അതായത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ D നമുക്ക് തന്നിരിക്കുന്നത് 75% ആണ്. വാട്ട് ഈസ് SDR? ഇതാണ് നമ്മൾ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ്, SDR ഈക്വൽസ് ടു ROE ഇൻറ്റു 1 - D ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ROE നമുക്ക് എത്രയാണ്, 15% തന്നിരിക്കുന്നത്, 15%. അപ്പോൾ അതിനെ 15%ലേക്ക് മാറ്റുമ്പോൾ 1.5 എന്ന് വരും. ഓക്കെ, ഇൻറ്റു 1 - D എത്രയാണ്, 75% ആണ്. അപ്പോൾ അത് 0.75. ഓക്കെ, ഈക്വൽ ടു 1.5 ഇൻറ്റു 1 - 0.75 എന്ന് പറയുന്നത് 0.25 ആണ്. ഈക്വൽസ് എത്ര വരും, 0.0375. ഇതിനെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ 3.75% എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ROE കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ SDR എന്താണെന്ന് നമ്മൾ നോക്കി. എന്താണ്, നിലവിലുള്ള ക്യാപിറ്റൽ പോളിസി അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസീസ് യാതൊരു ചേഞ്ച് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കമ്പനിക്ക് മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗ്രോത്തിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അത് എങ്ങനെയാണ് നോക്കി, അതിൻ്റെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ലോങ് റണ്ണിൽ സസ്റ്റൈനബിലിറ്റി ഡിഫിക്കൽട്ട് ആവുന്നത് നോക്കി. ദെൻ എന്തൊക്കെയാണ് നമ്മൾ അതിൽ അസ്യൂം ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കി. ദെൻ ഇക്വേഷൻ അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കി. ഓക്കെ, താങ്ക് യു. ഇതോട് കൂടിയിട്ട് നമ്മുടെ എന്താണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, താങ്ക് യു.